ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ ആനമയ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും സാധനങ്ങളാണ് ഈ ബയോബിന്നിൻ്റെ സെറ്റിലുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പോർഷൻ. ഏറ്റവും താഴത്തെ പോർഷൻ ആട്ടോ ഇതപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ഷേപ്പ് കാണുന്നില്ല, ആ ഷേപ്പിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഈ ഇങ്ങനെ ഇതായിട്ടുള്ള തിരിച്ച് വേണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാൻ. നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വേസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിച്ച് വെക്കാനുള്ളതിനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വെള്ളം നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കളും കായകളും ഉണ്ടാകുന്നതായിരിക്കും ഇതിനകത്ത്. ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ കൂടെ 2 ലിറ്റർ വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഫ്രണ്ട്സ്, അടുത്തത് നമുക്ക് ഈ ഒരു ബക്കറ്റ് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. നല്ലപോലെ നമ്മൾ നേരത്തെ ചെയ്ത ബേസ് ആട്ടോ. നമുക്കിനി ഈ ഒരു സംഭവം ഇതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കാം. നല്ലപോലെ ടൈറ്റാക്കി നമുക്ക് വെച്ച് കൊടുക്കാതെ. മീറ്റു നമ്മുടെ കൂടെ ചെയ്യാൻ റെഡി ആയിട്ട് വന്ന് കിടപ്പുണ്ട്. അടുത്ത നമുക്ക് വേറെ ഒരു ബക്കറ്റ് കൂടെ ഉണ്ട്, അതും വെച്ച് കൊടുക്കാം. നമുക്ക് സെയിം പ്രോസസ് തന്നെയാണ്. ഇതിൻ്റെ അവിടെ വെക്കാനും സ്ഥലമുണ്ട്. നമുക്ക് ഇതാദ്യം വെച്ച് കൊടുക്കാം. റൗണ്ട് വെച്ച് കൊടുക്കാം. ഇതിന് കുറച്ച് വലിയ ഹോളാണ് കേട്ടോ. നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു ക്യാപ്പും കൂടി ഉണ്ട്, അതും നമുക്ക് വെച്ചു. അപ്പൊ നമ്മുടെ ബലൂൺ റെഡിയായി. ബയോബിൻ സെറ്റാക്കാൻ എല്ലാവരും കണ്ടല്ലോ. നമുക്ക് ഇനി സെറ്റാക്കാൻ പോകും. നമ്മൾ ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകളുടെ എണ്ണമൊക്കെ കൂടിയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ഒരാൾ, അവിടെ ഒരാൾ. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനോക്കുലമാണ്. ഇത് നമ്മുടെ വേസ്റ്റ് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുന്നതിനും സ്മെല്ലൊന്നും ഇല്ലാതെ കമ്പോസ്റ്റ് ആകാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇനോക്കുലം. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഞങ്ങൾ കിച്ചൺ വേസ്റ്റ് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഇനോക്കുലം ഇട്ട് കൊടുക്കണം. വീണ്ടും ഞങ്ങൾ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക്. ഇനി നമുക്ക് ഇനോക്കുലവും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാം. നമുക്കിനി ഈ കമ്പോസ്റ്റ് ഈ ഒരു മൂടി വെച്ച് അടച്ചു വെക്കാം. ഹോളുകളിൽ കൂടി BSF ലാർവ എന്ന് പറയുന്ന ഒരു ഈച്ച കയറി ഇതിനകത്ത് മുട്ട ഇടുകയും അത് കമ്പോസ്റ്റ് ആവാൻ സഹായിക്കുകയും ചെയ്യും. ഈ BSF ഈച്ചകൾ ഇടുന്ന മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ നമ്മുടെ നല്ല പ്രോട്ടീനുള്ളതാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്കും മീനുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളൊരു സംഭവം കാണിക്കാം. ഇത് ഞങ്ങളുടെ പപ്പേൻ്റെ ഫ്രണ്ട് കൂടി DIY ചെയ്തെടുത്ത ബയോബിന്നാണ്. ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി കഴിഞ്ഞ പ്രാവശ്യം പപ്പ വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. ഫ്രണ്ട്സ്, ഇത് ഒരു പെയിന്റ് പാട്ടയും നമ്മുടെ തൈരിൻ്റെ കുപ്പിയും കുറച്ച് പൈപ്പുകളും ഉപയോഗിച്ചുണ്ടാക്കിയേക്കുന്നതാണ്. ഈ പൈപ്പ് എന്തിനാന്ന് അറിയില്ല. ഈ പൈപ്പാണ് നമ്മുടെ BSF ഈച്ചകൾക്ക് ഈ പൈപ്പിനുള്ളിൽ കൂടിയാണ് ഈ നമ്മുടെ കമ്പോസ്റ്റിലേക്ക് പോകുന്നത്. പിന്നെ ഈ ഒരു പൈപ്പ് കണ്ടോ, ഈ പൈപ്പ് നമ്മൾ ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരികയൊക്കെ ചെയ്യും. ബാക്കി വരുന്ന വെള്ളം വരും. ഈ പാട്ട് എന്തിനാന്നല്ലേ, ഈ പാട്ട് ഇതിനകത്തുള്ള പുഴുക്കളെല്ലാം വന്ന് വീഴുന്നതിനുള്ളതാണ്. ചില സ്ഥലത്ത് വോയിസ് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യണേ. ഇതെല്ലാം ഓരോ പൈപ്പുകൾ വെച്ച് കളക്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി ഇത് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് അകത്തുള്ളത്. ഇത് ഞങ്ങൾ ഫുള്ള് വേസ്റ്റ് വെച്ച് ഫില്ല് ചെയ്തേക്കുവാണ്. കണ്ടോ ഗൈസ്, ഞാനിത് തുറന്ന് പിടിച്ചിട്ട് ഇത്രയും അടുത്ത് ചെന്നിട്ട് ഇതിനകത്തുനിന്ന് യാതൊരു സ്മെല്ലും വരുന്നില്ല. അത് നമ്മുടെ ഈ
ഇതിടുന്നതിൻ്റെ ഗുണമാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കളെയൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട. ഒരു മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.